ഹലോ, ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചോ? കാറിലിരുന്ന് എന്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു കവിതാ സമാഹാരം വായിക്കുകയായിരുന്നു. അപ്പോൾ വായിച്ചു തീരാറാകുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിങ്ങളോട് ആ കവിതാ പുസ്തകത്തിനെ കുറിച്ച് പറയണമെന്ന് തോന്നി. ഇതാണ് കവിത. അണയാത്ത കനലുകൾ, ആഗോള പെൺകവിതകൾ. എഡിറ്റർ എം.ഒ. രഘുനാഥാണ്. തൃശ്ശൂർ സമതയാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ക്യാമറയ്ക്ക് പുറത്ത്, അതായത് എൻ്റെ കാറിന് വെളിയിലേക്ക് നോക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് ഔട്ട്സൈഡ് ഏരിയ കാണിച്ചു തരാം കേട്ടോ. കാറിന് പുറത്തേക്ക് നോക്കാനുള്ള റീസൺ ഇതാണ്, കണ്ടോ? ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ആ കാണുന്നത് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആ ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, മായ ആഞ്ചലോയുടെ കവിതയുണ്ട്, ബീന റോയുടെ കവിതയുണ്ട്, തസ്ലീമ നസ്രീൻ്റെ കവിതയുണ്ട്, പിന്നെന്താ എലിസബത്ത് ഐബേഴ്സ്, ദക്ഷിണാഫ്രിക്കക്കാരിയായ എലിസബത്ത് ഐബേഴ്സിൻ്റെ കവിതയുണ്ട്, ഡിഗ്ഡോറ അലോൻസ ക്യൂബ, ശ്രീലങ്കക്കാരിയായ അനാറിൻ്റെ കവിതയുണ്ട്. ആദ്യം ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നത് ബീന റോയിയുടെ അടയാളങ്ങൾ എന്ന കവിതയാണ് കേട്ടോ. അപ്പോൾ ബീന റോയിയുടെ അടയാളങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അടിവയർ ഒരു വെനീഷ്യൻ ഉദ്യാനമാണ്, പൊക്കിൾ ചുഴി ഒരു മെഡിറ്ററേനിയൻ തടാകവും എന്ന് രഹസ്യയോഗം ചേർന്ന കാൽപ്പനിക വൃന്ദം ചർച്ച ചെയ്ത് ഉറപ്പിച്ചു. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കാണ്, ഞങ്ങളുടെ മുറിവുകൾ കാണ്, കൽപ്പിതമല്ലിത്, നഗ്ന യാഥാർത്ഥ്യം, ഒക്കെയും ജീവിതത്തിൻ്റെ അടയാളം. എനിക്ക് ഒരുപാട് ഇഷ്ടമായ കവിതയാണ് കേട്ടോ ബീന റോയിയുടെ അടയാളങ്ങൾ. പിന്നെ അതിനകത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് അനീഷ പിയുടെ ഉമ്മുമ്മ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. പാലക്കാട്ടുകാരിയാണ് അനീഷ പി. ഉമ്മുമ്മ സുന്ദരിയായിരുന്നു, ഉപ്പുപ്പ മാത്രം അത് പറയാതിരുന്നു. പകരം അദ്ദേഹം പകലൊടങ്ങിയാൽ തളത്തിൽ ദിനേശനെ പോലെ പതുങ്ങി നടന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഉമ്മുമ്മ സുന്ദരിയായിരുന്നു, മുറിയുടെ ചുവരിൽ എപ്പോഴും ഒരു ഇന്ദിരാഗാന്ധി ചിത്രമായി ചിരിച്ചിരുന്നു. നല്ല കവിതയാണ് കേട്ടോ ഉമ്മുമ്മ. പിന്നീട് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ ഒരുപാടുണ്ട്. നല്ല കവിതകളാണ് എല്ലാം തന്നെ, ഒന്നും മോശമെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് മായ ആഞ്ചലോടെ ഒരു കവിതയുണ്ട്, അതാണ് തുടക്കം. ഉദിച്ചുയരും ഞാൻ. അതിൽ പറയണേന്ന് പറഞ്ഞാൽ, വാക്കുകൾ കൊണ്ടെന്നെ വെടിവെച്ചിടാം, കണ്ണുകൾ കൊണ്ടെന്നെ കൊത്തി നുറുക്കാം, വെറുപ്പ് കൊണ്ടെന്നെ കൊന്നുതള്ളാം, എങ്കിലും കാറ്റുപോലെ ഞാൻ വീണ്ടും വീശിയടിക്കും. തസ്ലീമ നസ്രീൻ്റെ അതിരിൽ പറയുന്നുണ്ട്, ഈ ചുമരുകൾ നിന്റെ ചക്രവാളം, ഈ മേൽക്കൂര നിന്റെ ആകാശം, ഈ കിടക്ക, ഈ തലേണ, ഈ സവാള, അങ്ങനെ വന്നിട്ട് ഇതാണ് നിന്റെ ജീവിതം. അപ്പോൾ ആ കവിതയിൽ പറയുന്നുണ്ട്, സ്ത്രീക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ ലോകം പലപ്പോഴും ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിന്റെ ജീവിതം, ഇതിനപ്പുറത്തേക്ക് നീ പോവേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയുക, കുട്ടി രേവതിയുടെ മുലൈകൾ എന്ന കവിതയുണ്ട്. പിന്നെ വിലക്കപ്പെട്ട രക്തമുണ്ട് കേട്ടോ. മാലതി മൈത്രിയുടെ കവിതയാണ്. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ അതിൽ ശിവനോട് പാർവതി പറയാണ്, എൻ്റെ കാലുകൾ നീട്ടി എനിക്കിരിക്കണം, എൻ്റെ ശരീരവുമായി എനിക്കുറങ്ങണം. ഇടത് കരത്താൽ ശിവനെ പറിച്ചെറിഞ്ഞ് ശൂന്യമായ തൻ്റെ പഴയ പീഠത്തിൽ പിന്നെയും അവൾ അമർന്നിരിക്കുന്നു. ചുറ്റമ്പല പാതയിലെങ്ങും കാണാനായത് ചോര പുരണ്ട ഒറ്റക്കാലടികൾ. പിന്നീട് പ്രജ്ഞാദയാ പവാറിൻ്റെ ഈ ലോകം ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്ന കവിതയുണ്ട്. അപ്പോൾ അതിൽ ആ കവിത അവസാനിക്കുന്നത്, എല്ലാ വിനയത്തോടെയും എൻ്റെ മാറിലെ മംഗല്യ ചരടിനു പകരം ഞാനത് ആഭരണമാക്കും. എന്താണെന്നറിയോ, ജീവിതത്തെയാണ് ആഭരണമാക്കുമെന്ന്. അതായത് ഈ ലോകമോ ശരീരമോ ഒന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല, എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിനെ മാറോട് ചേർക്കുന്നു എന്ന് പ്രജ്ഞ പറയുന്നുണ്ട്. പിന്നെ കവിതാ സിൻഹയുടെ ഹവ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന കവിതയുണ്ട്. ബീന റോയിയുടെ അടയാളങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെ
കുറേ മനോഹരമായ കവിതകൾ കൊണ്ട്. ഒരു സ്ത്രീ ഉറക്കെ പറയുന്നു എന്നൊരു കവിതയുണ്ട് കേട്ടോ. ഓഡ്രെ ലോർഡെ USA-കാരിയാണ്. ഞാനും ഇപ്പം നിങ്ങളെപ്പോലെയാണ് ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഓഡ്രെ ലോർഡെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഉറക്കെ പറയുന്നതിനകത്ത്, നഷ്ടപ്രണയത്തിൻ്റെ തീക്ഷ്ണത പോലെ, ശാശ്വതമായ എൻ്റെ പിശകുകൾ പോലെ, എൻ്റെ അഭിമാനം പോലെ ജീവരക്തം തൊട്ടു തീണ്ടാത്ത യാതൊരു ദയയും ഞാൻ തേടുന്നില്ല. ഞാൻ യുഗങ്ങളുടെ സ്ത്രീ പ്രതീകം. വാഗ്ദാനം ചെയ്യപ്പെട്ട അതിവിശാലമായ ഭൂമിയിൽ എൻ്റെ പുഞ്ചിരിയെ കരുതിയിരിക്കുക. എൻ്റെ പഴയ മാന്ത്രിക വിദ്യ നിങ്ങളെ പൊള്ളിച്ചേക്കാം, വാഞ്ചിച്ചേക്കാം. ഞാനൊരു സ്ത്രീയാണ്, വെളുത്ത ഒരുവളല്ല. എന്താ അല്ലേ? അപ്പോൾ മനോഹരമായ ഒരു കവിതാ സമാഹാരം നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ, ഈ കവിതാ പുസ്തകം നിങ്ങളുടെ ലൈബ്രറിക്ക് ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വായനയുമായി വരും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.